പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയെ കൃപാസാൽത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ലോകം മുഴുവനും ഉണർന്നിരിക്കുന്ന സമയത്ത് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കള്, ഇന്ന് കടന്നു പോകുന്ന ഓരോ വഴികള്, ഓരോ ഉദ്യമങ്ങള്, ഓരോ ജീവിത ലക്ഷ്യങ്ങള്, അമ്മേ പരിശുദ്ധമേ ദേവമാതാവേ, കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ സാന്നിധ്യം, സഞ്ചാരി മാതാവേ, സമയത്തിന്റെ അധികാരി, ഈ മക്കളുടെ കൂടെ പോകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരീക്ഷയ്ക്ക് പോകുന്നവരെ എല്ലാ കുഞ്ഞുങ്ങളെയും ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരീക്ഷയ്ക്ക് പോകുന്ന, ഇന്ന് പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളെയും അവർ പഠിച്ചിരിക്കുന്ന മനസ്സിൽ ഓർത്തിരിക്കുന്ന പരീക്ഷയെ പ്രതിഫലിപ്പിക്കുവാനും, പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളെയും, പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെയും കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. നിങ്ങളുടെ കഴിവിൻ്റെ അപ്പുറം ദൈവത്തിൻ്റെ കൃപ പ്രവർത്തിച്ചുകൊണ്ട് ഉന്നതമായ വിജയം കൈവരിക്കാൻ കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. കർത്താവെ, ജോലിയില്ലാത്തവര്, സാമ്പത്തിക കടങ്ങളിൽപ്പെട്ടിരിക്കുന്നവര്, കലഹങ്ങളുള്ളവര്, കുടുംബത്തിൽ പലതരത്തിലുള്ള വഴക്കുകളും അസമാധാനം നിലനിൽക്കുന്നവര്, രോഗികള്, പീഡിതര്, ആശുപത്രിയിൽ നിന്ന് ഇതുവരെ പോരാത്തവര്, ഓപ്പറേഷൻ നിശ്ചയിച്ചിരിക്കുന്നവര്, ടെസ്റ്റിന് കൊടുത്തിരിക്കുന്നവര്, കൾച്ചറിന് കൊടുത്തിരിക്കുന്നവര്, ബയോപ്സി കൊടുത്തിരിക്കുന്നവര്, കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ദൈവത്തിലെ ഞാൻ മാതാവിൻ്റെ മധ്യസ്ഥത്തിലെ യേശുക്രിസ്തു നിന്നെ ആശീർവദിക്കുന്നു. നിന്റെ ജോലികള്, വീടുകള്, വിൽക്കാത്ത സ്ഥലങ്ങള്, നഷ്ടപ്പെട്ട ജോലികള്, ക്യാൻസലായ വിസകള് എല്ലാം ഈശോ ഏറ്റെടുക്കുകയും നിന്റെ കുടുംബം നിലനിർത്തരുകയും ചെയ്യട്ടെ. മക്കളില്ലാത്തവരെ ആസ്വദിക്കുന്നു, വിവാഹം ഒത്തുവരാത്തവരെ ആസ്വദിക്കുന്നു. റബ്ബറിൽ നിന്നും, കേര കർഷകരിൽ നിന്നും, മത്സ്യത്തൊഴിലാളികളിൽ നിന്നും, തൊഴിൽ നഷ്ടപ്പെട്ടവരെയും, വരുമാനം കുറഞ്ഞു പോയവരെയും കർത്താവിൻ്റെ നാമത്തെ ആശീർവദിക്കുന്നു. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിന്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ ഞാൻ നിന്നെ ആശീർവദിക്കുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. നമ്മുടെ ജീവിതത്തിലെ പലപ്പോഴും നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിൽ പല പ്രതിലോഭ ശക്തികളും ജീവിതത്തിൻ്റെ ഭാഗമായി ചിലപ്പോൾ ശത്രുക്കളുണ്ടാവും, ചിലപ്പോൾ രോഗങ്ങളുണ്ടാവും, ചിലപ്പോൾ വലിയ കടങ്ങളുണ്ടാവും, ചിലപ്പോൾ മോശം സിറ്റുവേഷൻ ഉണ്ടാവും. എവിടെ ചെന്നാലും നമുക്കെതിരെ കുറ്റം പറച്ചിലും, നമ്മൾ ഒഴിവാക്കലും, ഒറ്റപ്പെടുത്തലും, അങ്ങനെയൊക്കെ പല വിഷയങ്ങളുണ്ടാവും. അപ്പോൾ നമുക്ക് തോന്നുന്നു ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലായല്ലോ എന്ന് നമ്മൾ അങ്ങനെ ചിന്തിച്ചു പോകും മനുഷ്യൻ. അപ്പോൾ കർത്താവിൻ്റെ വചനം നമുക്ക് തരുന്ന ഒരു പോംവഴിയുണ്ട്, ഒരു സൂപ്പർ പോംവഴിയാണത്. എന്താണ്? സങ്കീർത്തനം 110:1. കർത്താവ് എൻ്റെ കർത്താവിനോട് അരുൾ ചെയ്തു,
ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലതുഭാഗത്തിരിക്കുക. അത് എനിക്ക് ഭയങ്കര എന്നെ വല്ലാത്ത സ്വാധീനിച്ചിട്ടുള്ളൊരു വചനമാണത്. കാര്യം ജീവിതം ഇങ്ങനെ ഇന്നിപ്പോൾ കൃപാസനം വളരെയേറെ കൃപയിലും വളരെ സന്തോഷത്തിലൊക്കെ പോകുന്നൊരു കാലഘട്ടം. പക്ഷെ ഇതിന് കയ്പിൻ്റെ വല്ലാത്തൊരു മുള്ളിൽ കൂടി നടന്നിട്ടുള്ള സർവ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് അകത്തും പുറത്തും പ്രശ്നം ഉണ്ടായിരുന്നൊരു കാലഘട്ടത്തുണ്ടായിരുന്നു. ആ കാലഘട്ടത്താണ് ഞങ്ങൾ അഖണ്ഡ ജപമാലയൊക്കെ അമ്മ എടുത്ത് കയ്യിൽ തന്നത്. മകനെ ഇത് ചൊല്ലിക്കൊണ്ടിരുന്നാൽ മതി, നീ ഇനി വേറെ ആവശ്യമില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് തലയിടുകയോ അഭിപ്രായം പറയുകയോ വിഷമിക്കുകയോ കിടന്നുറക്കമില്ലായിരിക്കുകയോ ചെയ്യരുത്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്ത് പ്രാർത്ഥനയുടെ ദൈർഘ്യങ്ങൾ കൂട്ടി. അത് ഞങ്ങൾ കൂട്ടിയതല്ല, അമ്മ തക്ക സമയത്ത് തന്നതാണ്. ഒരു കൊല്ലം മുഴുവനും 2003 തൊട്ട് 2004 വരെ ഒരു കൊല്ലം മുഴുവനും രാത്രിയും പകലും ഇമവെട്ടാതെ ജപമാല ചൊല്ലിക്കൊണ്ടേയിരുന്നു. അപ്പം ഞാൻ ഇടവകയിൽ ഇടവകയിലായിരുന്നു ഞാനന്ന്. ഞാൻ കൃപാസനത്തിൽ വരും പോകും, ഇങ്ങനെ വന്നും പോയി നിൽക്കുന്നു. അപ്പം ഇവിടെ അത് അണമുറിയാതെ നടന്നുകൊണ്ടിരിക്കണം. അപ്പം എന്ത് പറ്റി? അവസാന വിഷയപ്പോൾ അമ്മ അതിൻ്റെ അവസാനത്തിലാണ് അമ്മ പ്രത്യക്ഷപ്പെടുന്നത്. അതൊരു 2004 ഒക്ടോബർ മാസം 25-ാം തീയതിയാണത് തീരണത്. പിന്നെ ഉടനെ 2004 ഡിസംബർ 7 അമ്മ പ്രത്യക്ഷപ്പെടും. അപ്പോൾ ഇതിൻ്റെ വിഷയം വെച്ചാൽ ചില സമയത്ത് ഇതുപോലെ കലുഷിതമായ അന്ന് ഹൗ ടു മൂവ്, ഹൗ ടു സർവൈവ് എന്നതിനെക്കുറിച്ച് എനിക്ക് ഭയങ്കര ആശയക്കുഴപ്പങ്ങളുണ്ടായിരുന്നൊരു കാലഘട്ടമാണത്. കാര്യം കടലോരത്തിലെ ജോലി കഴിഞ്ഞ് ശുശ്രൂഷ കഴിഞ്ഞ് തിരികെയും ചെയ്തു. കൂടുതലായിരുന്ന 13 പ്രവർത്തകരും പോയി. അന്നുണ്ടായിരുന്ന സ്ഥലങ്ങളും എല്ലാ കാര്യങ്ങളും രൂപതയെ ഏൽപ്പിക്കുകയും ചെയ്തു. പിന്നെ ആസ്തിയുമില്ല, ആളുമില്ലാത്ത രീതിയിലായി. പക്ഷെ ശുശ്രൂഷ ചെയ്യാൻ മാതാവ് ശക്തമായി നിർബന്ധിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് വിഷയം. ആസ്തിയുമില്ല, ആളുമില്ല. നമുക്ക് എന്തെങ്കിലും പ്രവർത്തിക്കണമെങ്കിൽ ആസ്തിയും ആളൊക്കെ വേണ്ടേ? അത് രണ്ടുമില്ല. പിന്നെ ഞാനാണെങ്കിൽ വലിയൊരു ഇടവക 1000-800 വീട്ടുകാരുടെ ഇടവകയിൽ വികാരിയുമായി. എനിക്ക് അസ്റ്റൻറ്റും ഇല്ല. അപ്പോൾ ആവശ്യത്തിന് കല്യാണം, മരണം, ഭേദപാടവും സംഘടനകളും എല്ലാം അതിൻ്റെ വഴി എങ്ങനെ നടക്കും? അതെല്ലാം ഒറ്റയ്ക്ക് ചെയ്യണം. അതിൻ്റെ ഇടയ്ക്കാണിത് ഈ വിഷയം ചെയ്യണത്. ചില സമയത്ത് നമുക്ക് വിഷമിച്ചു പോകും ശരിക്കും. എന്നാലും നമ്മൾ ദൈവം ആ സമയത്ത് ആ പള്ളിയിലിരിക്കുമ്പോഴാണ് ആദ്യമായിട്ടൊരു മനുഷ്യൻ കൊണ്ടുവന്ന്. ഞാനൊരു ദിവസം പള്ളിയെ അതിക്ക് ഒരു സന്ധ്യയ്ക്ക് ഇതുപോലെ വർക്കെല്ലാം കഴിഞ്ഞ് തലയും കറങ്ങി വരുമ്പോഴുണ്ട് എൻ്റെ പള്ളിയുടെ വാതിക്ക് ഞാൻ അവിടെ ചാർജ് എടുക്കാൻ ചെല്ലുമ്പോഴുണ്ടല്ലോ, ഇത് ആലപ്പുഴ 8 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറ് പള്ളി, പാടക്കൽ പള്ളി. ഞാനവിടെ ചെല്ലുമ്പോൾ ആദ്യമേ ചെയ്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പോകുന്ന പള്ളിയിൽ നിന്ന് അതേ തൈക്കപ്പള്ളിയിൽ നിന്ന് അങ്ങോട്ട് പോകണത്, ചേർത്തല്ല തൈക്കപ്പള്ളി. അപ്പോൾ അവിടെ ഒരു 5-6 കൊല്ലം അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വർക്ക് ചെയ്ത് ട്രാൻസ്ഫർ ആയപ്പോൾ നാട്ടുകാർ അവിടെ കമ്മിറ്റിക്കാർ ചോദിച്ച്, അച്ഛന് എന്താണ് ആവശ്യം, അച്ഛൻ എന്താണ് ഇല്ലാത്തതെന്ന് എന്നോട് ചോദിച്ചു. അച്ഛന് എന്താണ് ആവശ്യം, അച്ഛന് എന്താണ് ഇല്ലാത്തതെന്ന് അവരെന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ്, എനിക്ക് മാതാവിൻ്റെ ഒരു വലിയ പടം വേണം, അതേ ചോദിച്ചോളൂ. അല്ലാതെ ഫ്രിഡ്ജാ ടി വി, അന്ന് ടി വിക്കൊക്കെ ഭയങ്കര ഡിമാൻഡുള്ള സമയമാണ്, ഒന്നും ചോദിച്ചില്ല. ഞാൻ പറഞ്ഞു എനിക്ക് മാതാവിൻ്റെ ഒരു പടം വേണം. അപ്പോൾ ഞാൻ മാതാവിൻ്റെ പടം കാണിച്ചു കൊടുത്തിരിക്കും, മജ്ജ് ഗോറയിലെ മാതാവ്. അപ്പോൾ ആ പടം കാണിച്ചു കൊടുത്തപ്പോൾ ആ പടം അവർ എറണാകുളത്ത് പോയി വലിയ പടം വാങ്ങിച്ചു കൊണ്ടുവന്ന്, അന്ന് ഇതുപോലെ ഫ്ലക്സൊക്കെ വലുതാക്കാൻ പറ്റത്തില്ലായിരുന്നു. പടം ഫോട്ടോ ഇത് പാടായിരുന്നു. അത് ഞാൻ പറഞ്ഞ ഒരു സൈസ് എടുക്കാൻ, ആ സൈസിലെടുത്തിട്ട് അത് ഫ്രെയിം ചെയ്ത് കൊണ്ടുവന്ന് എനിക്ക് തന്നു. ഞാൻ ആ പടം എൻ്റെ കാറിൽ വെച്ച് ആൾക്കാരുടെ കൂടെ പോയിട്ട് ഈ വാടകപ്പള്ളി ചെന്നിട്ട് ആദ്യം എൻ്റെ പൂമുഖത്ത് മാതാവിനെ പ്രതിഷ്ഠിച്ച് വെച്ചു. എന്നിട്ടാണ് ഞാൻ അകത്ത് കയറണത്. അതിൻ്റെ അകത്ത് അതായത്, ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ വലതുഭാഗത്ത് നിൻ്റെ കാൽച്ചുവട്ടിൽ ആക്കുന്നവരെ നീ എൻ്റെ വലതുഭാഗത്തിരിക്കാൻ പറയും. അത് കറക്റ്റാണ്. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് തൽക്കാലം ഇത്രയും ചുരുക്കുകയാണ്. അതിനുശേഷമാണ് കൃപാസനത്തിൻ്റെ 2ാം ഘട്ടം തുടങ്ങുന്നത്. അതാണ് നമ്മൾ ഇന്ന് കാണുന്ന അവസ്ഥയിലെത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിനൊരു 0- പോയിൻ്റ് ഉണ്ടായിരുന്നു.
അന്ന് കൂടെ ഉണ്ടായിരുന്നത് അമ്മയിലുള്ള വിശ്വാസവും നീണ്ട നീണ്ട ജപമാലകളുമാണ്. ഇന്ന് സഭയ്ക്ക് എന്താ സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സഭ ഒരിക്കലും എനിക്ക് മനസ്സിലായത്, സഭയിൽ 50 കൊല്ലം ഞാനിപ്പോൾ ജീവിക്കണം, 10 കൊല്ലം സെമിനാരിൽ, 40 കൊല്ലം ശുശ്രൂഷയിലും. എനിക്ക് മനസ്സിലായിരിക്കണത്, സഭ ക്രൈസിസ് ടൈമിനെ ഒരിക്കലും പ്രാർത്ഥന ചുരുക്കരുത്. ക്രൈസിസ് ടൈമിലെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ക്രൈസിസ് ടൈമിൽ ഇപ്പോൾ ചില ആൾക്കാർ കർണക്കൊന്ത ചൊല്ലിയിട്ട് ജപമാല ഒഴിവാക്കിയില്ലേ, ആ കുടുംബങ്ങൾക്ക് ഭയങ്കരമായ ഞെരുക്കമായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഉള്ള ആംബിയർ പോയി. കർണക്കൊന്ത സഭയുടെ കൊന്തയാണ്, പക്ഷെ അതിനൊരിക്കലും ജപമാലയെ കുടുംബ പ്രാർത്ഥന സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുത്. കർണക്കൊന്ത കുടുംബ പ്രാർത്ഥനയാണെന്ന് സഭ ഒരിക്കലും പറഞ്ഞിട്ടുമില്ല. അതൊരു പ്രൈവറ്റ് ഡിവോഷനാണ്. മറ്റത് കുടുംബ പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ്. അത് ഉടനെ ജപമാല എടുത്തിട്ട്, അപ്പം ഞങ്ങൾ എന്താ ചെയ്തത്, ഞങ്ങളുടെ ഒരു ക്രൈസിസ് ടൈമിൽ ജപമാല പോരെന്ന് അമ്മ എന്നോട് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ വരുമ്പോൾ ഞാൻ പ്രതിഷ്ഠിച്ച മാതാവിൻ്റെ ആ കടലപ്പടിയിൽ, ആ മദർ ഫസ്കയിൽ 1000 മണി ജപമാല കിടക്കണം. അത്ഭുതത്തോടെ കിടന്നൊന്നുമല്ല. സീവറെന്ന് പറഞ്ഞൊരു സഹോദരൻ എന്നെ കാണാൻ വന്നപ്പോൾ ഏതോ ഒരു ധ്യാന കേന്ദ്രത്തിൽ പോയി പ്രാർത്ഥിച്ചപ്പോൾ അവിടെ അത് സ്വീകരിക്കത്തില്ലെന്ന് പറഞ്ഞു. ഒരു ബ്രദറിൽ നിന്ന് പ്രാർത്ഥിച്ച ബേവിച്ചൻ ശാന്തംപാറ, ആ ധ്യാന കേന്ദ്രത്തിൽ ഇരുന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോൾ അവിടെ അത് സ്വീകരിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് റിജക്റ്റാക്കി, അദ്ദേഹത്തെ പറഞ്ഞു വിട്ടു അവിടെ നിന്ന്. അപ്പം അദ്ദേഹമാണ് ഈ ജപമാല കൊടുത്തത്. അദ്ദേഹം എന്നെ കൊണ്ടുവന്ന് തരാൻ വേണ്ടി അമ്മ പറഞ്ഞു. എൻ്റെ അടുത്തപ്പോൾ ഞാനില്ല, ഞാൻ വരുമ്പോൾ കിടക്കണത് ആളുമില്ല, ജപമാല കിടപ്പുണ്ട്. ഞാൻ അവിടെ എടുത്ത ജപമാല പിറ്റേ ദിവസം ഒരു ആത്മഹത്യ നടന്ന് എൻ്റെ ഇടവകെ. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. എന്നെ പരിചയമുള്ളതല്ല, വേറെ ഒരു ഇടവകയിൽ നിന്ന് ആ ബന്ധു വീട്ടിൽ വന്ന് അവിടെ അടുക്കളയ്ക്ക് ഒരു ആത്മഹത്യ ചെയ്തതാണ്. അപ്പം ഞാൻ പോയി ആ അടുക്കളയിൽ ചിലപ്പോൾ ഇയാൾ തൂങ്ങി നിൽക്കുകയാണ്. പിന്നെ ഞാൻ പോലീസ് വരണവരെ അവരെ സഹായിച്ച് അവിടെ നിന്ന് പോലീസ് വന്ന് ബോഡിയും കൊണ്ട് പോയി മാസ്റ്ററേഡി കഴിഞ്ഞു. അതിനുശേഷം പിന്നെ ഞാൻ വന്ന് പള്ളിയിലേക്ക് നടന്നു വരിക റോഡിൽ കൂടി. അപ്പോൾ മാതാവിൻ്റെ കുരിശടിയാണ് വാതിക്കൽ. ഞാൻ അവിടെ വന്നപ്പോൾ ഗംഭീര മഴ വന്നു. ഗംഭീര മഴ മുഴുവനും 1 മണിക്കൂർ വീണ മഴ മുഴുവനും ഗംഭീര മഴ. ഞാൻ അതിൻ്റെ അകത്ത് കയറാൻ കുരിശടിയത്ത് ഇരുന്ന് ജപമാലയില്ല ചെയ്യണം ആ മഴയത്ത് മുഴുവനും. മഴ കഴിഞ്ഞ് ഞാൻ പുറത്ത് നോക്കിയപ്പോൾ വേറൊരു ചേട്ടൻ നിൽക്കണം, പരിചയമുള്ളതാണ്, ജോൺ ചേട്ടൻ എന്ന് പറയും, കോമ്പുകാട്. അദ്ദേഹം ഇപ്പോൾ അവിടെ ആ നാട്ടിലില്ല, ഇപ്പോൾ വേറെ വെള്ളാടക്ക് പോയി. അദ്ദേഹത്തിനെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ചേട്ടാ എന്ത് വിശേഷം, ഇപ്പോൾ ഒന്ന് ചേട്ടാ, ഞാൻ അറിഞ്ഞില്ല ഇങ്ങനെ വന്നത്. അപ്പോൾ ഞാൻ അച്ഛാ ഞാൻ ധ്യാനം കഴിഞ്ഞ് വരികയാണ് എന്നിട്ട് പറഞ്ഞ് അദ്ദേഹം എന്നിട്ട് ഞാൻ പറഞ്ഞ്, ഒരു ജപമാല വന്നിട്ടുണ്ട്, ഇത് നീണ്ടതാണെന്നേ ഉള്ളു, നമുക്കൊന്ന് ചെല്ലാൻ പറ്റുമെങ്കിൽ നല്ലതായിരുന്നു. നമുക്ക് ചെല്ലാമല്ലോ അച്ഛാ. പുള്ളി എൻ്റെ ഇവിടെ വന്നിട്ട് ഈ ജപമാല വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് വേറെ ഒരു ചേട്ടനുമായിട്ടിരുന്നുണ്ട്, അത് ആൻ്റണി എന്നിട്ട് ഈ പള്ളി മാതാവിൻ്റെ അടുത്തിരുന്നാണ് ജപമാല ചൊല്ലി, ഈ 1000 മഴ ജപമാല. അപ്പം എനിക്ക് മനസ്സിലായി. അപ്പം പുരുഷന്മാർ 5-6 പേരെ കിട്ടി. ഞാൻ അവരെയും കൊണ്ട് കൃപാസനത്തിൽ വന്നു. പിന്നെ കൃപാസനത്തിൽ ഇരുന്ന് ഒരു കൊല്ലം മുഴുവൻ ചെല്ലിയ ചരിത്രമാണ് ഈ പറയണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ക്ലേശകരമായ കാലങ്ങളിൽ പ്രാർത്ഥനയുടെ വെട്ടിച്ചുരുക്കുകയല്ലേ ചെയ്യേണ്ടത്. നിങ്ങൾ പലരും കുടുംബത്തിൽ കാണിക്കാൻ മണ്ടത്തരമാണ്. നിങ്ങൾ എന്തെങ്കിലും കുടുംബത്തിൽ കലഹങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ ഉടനെ നിങ്ങൾ പറയും, ഇന്ന് 10 മണി, ഇന്ന് ഒരു രഹസ്യം ചെല്ലിയാൽ മതി, ഇന്ന് കൊന്തടാ. അതിനാൽ ആ കുടുംബത്തിൻ്റെ നടുവൊടിഞ്ഞു പോകും. അത് പരിശുദ്ധാത്മാവില്ലാത്തത് കൊണ്ട്. അങ്ങനെ പരിശുദ്ധാത്മാവില്ലാത്ത പണ്ടാരങ്ങൾ വീടുകളിലുണ്ടല്ലോ ഒത്തിരി. അവർ കയറി പറയും, ഇന്ന് ഒരു രഹസ്യം ചെല്ലിയാൽ മതി എന്ന് പറയും. അങ്ങനെ ചുരുക്കി ആ കുടുംബത്തിനെ ഒതുക്കിക്കളയും. വിശ്വാസം തന്നെ പ്രവർത്തിക്കുന്നതാണ്. എപ്പോഴും ഓർത്തേക്കണം, ശത്രുക്കളുണ്ടായ ഞാൻ നിന്റെ ശത്രുവിനെ നിന്റെ കാൽപ്പിടി ഞാൻ ആക്കും എപ്പോഴെങ്കിലും. അതുവരെ നീ എൻ്റെ വലത് ഭാഗത്തിരിക്കണം. ആത്മാവിൽ നിറഞ്ഞ് കൃപയിൽ പ്രാർത്ഥനയിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും
പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് മരുന്നൊന്നും തരാൻ പറ്റിയല്ല. ഈ വേദന എന്തെങ്കിലും ഓയിൽമെൻറ്റോ എന്തെങ്കിലും പുരട്ടി കുറച്ച് ദിവസം നിൽക്കുക, എന്നിട്ട് സ്കാൻ ചെയ്തിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ സ്കാൻ ചെയ്യാൻ അടുത്ത ആഴ്ചയിലേക്ക് എനിക്ക് സ്കാൻ ചെയ്യാനായിട്ടുള്ള തീയതി ഇട്ട് തന്ന് ഞാൻ CT സ്കാൻ ചെയ്യാനായിട്ട് പോകുന്ന രാവിലെ തന്നെ ഞാൻ പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലിയപ്പോൾ ഞാൻ എൻ്റെ അമ്മ പ്രതീക്ഷണ പ്രാർത്ഥന ചൊല്ലിയപ്പോൾ എൻ്റെ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മേ, ഞാൻ സ്കാൻ ചെയ്യാൻ പോയാണ്, സഞ്ചരിക്കുന്ന എൻ്റെ അമ്മ മാതാവാണ്, എൻ്റെ കൂടെ വന്നുകൊണ്ട് എനിക്ക് എന്താണ് ചെയ്തു തരേണ്ടത് അത് അവിടുന്ന് എനിക്ക് ചെയ്തു തരണം എന്ന് പറഞ്ഞ് ഞാൻ വണ്ടിയിലിരിക്കുമ്പോഴൊക്കെ ഞാൻ 33 വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് അത് സ്കാൻ ചെയ്യാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഇരുന്ന് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലാൻ തുടങ്ങി. ഞാൻ അകത്ത് എന്നെ ഡോക്ടർ വിളിച്ചു. ഞാൻ അകത്ത് കയറിയപ്പോൾ ഡോക്ടർ പറഞ്ഞ് കിടന്നോളാൻ പറഞ്ഞ്. അങ്ങനെ ഞാൻ അവിടെ അപ്പം ഞാൻ പോകുന്നതിന് മുമ്പായിട്ട് തന്നെ എൻ്റെ കയ്യിൽ ഈ ജപമാലയിൽ ഞാൻ എൻ്റെ ഉടമ്പടി കാശുര ഞാൻ ഈ നൂല് കൊണ്ട് കെട്ടിയിട്ടിട്ട് ഇത് വലത് കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് അവിടെ കിടന്നത്. അപ്പോഴെല്ലാം ഞാനിങ്ങനെ ഇത് നിരന്തരമായിട്ട് ചൊല്ലിക്കൊണ്ടേ ഇരുന്നിട്ട് ഞാൻ പറഞ്ഞു, മാതാവേ, എൻ്റെ കൂടെ അമ്മ ഉണ്ടാകണമേ, സഞ്ചരിക്കുന്ന എൻ്റെ അമ്മ മാതാവേ, ഞാൻ എന്നെ പൂർണ്ണമായി അമ്മയുടെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുകയാണ്. എൻ്റെ അമ്മയുടെ ഇഷ്ടം എന്താണോ അത് മാത്രം എന്നിൽ കൂടി നിറവേറ്റി തരണമേ. എന്നിട്ട് ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ, അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു, അങ്ങയിൽ ഞാൻ ശരണം വെക്കുന്നു. അപ്പോൾ ഫിലിപ്പിൽ 4 ഞാൻ എന്നും ആ വചനം വായിക്കുമ്പോൾ അത് നിരന്തരം വായിക്കും. നിങ്ങൾ എപ്പോഴും സന്തോഷമായിട്ടിരിക്കുവിൻ. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ സന്തോഷമായിട്ടിരിക്കും, കർത്താവ് നിങ്ങളുടെ അടുത്തെത്തിയിരിക്കുന്നു. ഈ വചനം ഞാൻ നിരന്തരം എപ്പോഴും വായിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ സ്കാൻ ചെയ്ത് പിറ്റേ ദിവസം റിസൾട്ടിന് ചെന്നപ്പോൾ റിസൾട്ടിൽ എനിക്ക് 8 വർഷത്തിനു മുമ്പ് കാണാതിരുന്ന കിഡ്നി 2 പക്ഷേ 1 ചുരുങ്ങിയിരിക്കുകയാണ്. എന്നാലും 2 എനിക്ക് നല്ലതുപോലെ പ്രവർത്തിക്കുന്നുണ്ട്. 1 ചുരുക്കലുണ്ട്. അങ്ങനെ അമ്മ മാതാവ് എനിക്ക് ചെയ്തു തന്ന ഈ വലിയ കൃപയോർത്ത് എൻ്റെ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ജോളി മാത്യു. ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നു. കൃപാസനത്തിൽ ഞാൻ 2020 നവംബർ 9 ഓൺലൈൻ ഉടമ്പടി എടുത്തായിരുന്നു. അത് കഴിഞ്ഞ് 2022 ഫെബ്രുവരി 26 അമ്മയുടെ തിരുനടയിൽ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തായിരുന്നു. ആദ്യം 2020 ഒരു ജനുവരി മാസത്തിൽ ഞാൻ എൻ്റെ കൂട്ടുകാരിയുടെ കൂടെ ഇവിടെ വരികയും എനിക്ക് ഉടമ്പടി എടുക്കാൻ ഭയങ്കര പേടിയായിരുന്നു. ഉടമ്പടി തെറ്റിച്ചാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമെന്ന് കേട്ടത് കാരണം ഉടമ്പടി എടുക്കാൻ ഭയങ്കര പേടിയായിരുന്നു. എങ്കിലും ഞാൻ മാതാവിൻ്റെ അടുത്ത് ഇവിടെ ചൊവ്വാഴ്ചത്തെ ഒരു ദിവസത്തെ ധ്യാനം കൂടാൻ വന്നു. ധ്യാനം കൂടി ഇവിടെ നിന്ന് ഒരു കുപ്പി ഉപ്പും മാതാവിൻ്റെ ഒരു രൂപവും മേടിച്ചുകൊണ്ടാണ് പോയത്. അത് ഞങ്ങളുടെ വീട് 35 വർഷം പഴക്കം ചെന്ന ഒരു വീടായിരുന്നു. ഒത്തിരി ഭിത്തിയെല്ലാം പൊട്ടി അവിടെ ഇവിടെയൊക്കെ വെള്ളം വീഴുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു വീടിന് വേണ്ടി ഞങ്ങൾ ഒത്തിരി നാളായിട്ട് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഉപ്പ് ഞാൻ വീടിൻ്റെ ചുറ്റും വിതറുകയും മാതാവിൻ്റെ രൂപത്തിൻ്റെ മുൻപിൽ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കുകയും ഞങ്ങൾക്കൊരു നല്ല വീട് നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ 2020 ഓഗസ്റ്റ് മാസത്തിൽ ഞങ്ങൾ വീട് പണിക്ക് വേണ്ടി എല്ലാം ഒരുക്കി വീട് പണി ആരംഭിച്ചു. പക്ഷേ അതിങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ലായിരുന്നു. കല്ലിട്ടു, കുറച്ച് നാൾ കഴിഞ്ഞ് വീട് തറ കെട്ടാൻ പറ്റി. അത് കഴിഞ്ഞ് വീണ്ടും തറ കെട്ടിയിട്ടും ഇങ്ങനെ തടസ്സപ്പെട്ട് കിടക്കുമായിരുന്നു. അങ്ങനെ ഇരുന്ന്
2020 ആണ്ടിൽ തന്നെ നവംബർ 9 ഓൺലൈൻ ഉടമ്പടിയെപ്പറ്റി കേൾക്കുകയും ഓൺലൈൻ ഉടമ്പടി എടുക്കുകയും ചെയ്തു. ഉടമ്പടി എടുത്ത് അധികം ദിവസം താമസിക്കുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾക്ക് വീണ്ടും പെരപണി ആരംഭിക്കാൻ പറ്റി. അങ്ങനെ അന്ന് തൊട്ട് ഒരു ദിവസം പോലും പണിയില്ലാതെ കിടക്കുകയോ ഒരു ദിവസം പോലും ഞങ്ങൾക്ക് മുടക്കം വരികയോ ചെയ്യാതെ വീട് പണി പൂർത്തീകരിക്കാൻ അമ്മ മാതാവ് അനുഗ്രഹിച്ചു. ഇവിടുത്തെ ഓൺലൈൻ ഉടമ്പടി ആയതുകൊണ്ട് ഇവിടുന്ന് തിരിയും മറ്റ് ഇതൊന്നും കിട്ടിയില്ലായിരുന്നെങ്കിലും ഞാനൊരു തിരി എന്നും രാവിലെയും വൈകുന്നേരവും മാതാവിൻ്റെ പ്രാർത്ഥന ചെല്ലുമ്പോഴും വൈകുന്നേരത്തെ ഉടമ്പടി പ്രാർത്ഥനയും കത്തിച്ച് വെച്ച് ചെല്ലുമായിരുന്നു. അത് കണക്ക് തന്നെ ഒരു വർഷം പൂർത്തിയാകുന്നതിന് മുൻപം തന്നെ ഞങ്ങൾക്ക് നല്ല വീട്, ഞങ്ങൾ ആഗ്രഹിച്ചതിൽ നല്ല ഒരു വീട് ഒരിക്കലും ഞങ്ങൾ ഓർത്തില്ല. ഞങ്ങൾക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന സമയത്തെല്ലാം മാതാവ് ആരെയെങ്കിലും ഞങ്ങൾക്ക് സഹായത്തിന് എത്തിച്ചു തരുമായിരുന്നു. അവിടെ പണിക്ക് വന്ന ഇലക്ട്രീഷ്യൻ കൊച്ചൻ വരെ ഞങ്ങൾക്ക് പൈസ കടം തന്ന് ഞങ്ങളെ സഹായിച്ചു. അങ്ങനെ മാതാവ് ഞങ്ങളെ പെരപണിയാൻ അനുഗ്രഹിച്ച് ഒരു വർഷം ആകുന്നതിന് മുന്നേ തന്നെ പെരപണി പൂർത്തീകരിച്ച് ഞങ്ങൾ കയറി താമസിച്ചു. ഒരു അറ്റകുറ്റപ്പണിയും കിടപ്പില്ല, മുഴുവൻ പൂർത്തീകരിച്ച് ഞങ്ങൾക്ക് കയറി താമസിക്കാൻ പറ്റി. അത് കണക്ക് തന്നെ എൻ്റെ മകൻ 2018 എൻജിനീയറിംഗ് പഠനവും പൂർത്തീകരിച്ച് കുറേ ചെറിയ ചെറിയ കോഴ്സുകളൊക്കെ ചെയ്ത് ജോലിക്ക് വേണ്ടി അവിടെ ഇവിടെ ഒരുപാട് അലഞ്ഞു. അവനൊന്നും ശരിയാകുന്നില്ലായിരുന്നു. അവനും ഒരുപാട് വിഷമിച്ചു. അങ്ങനെ ഇരിക്കെ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത കൂടെ തന്നെ അവനെയും കൊണ്ടും ഉടമ്പടി എടുപ്പിച്ചു. അവനെ എല്ലാ ദിവസവും വെളുപ്പിന് രാവിലെ എഴുന്നേക്കാൻ മടിയാണെങ്കിലും അവനെ ഞാൻ വിളിച്ചെഴുന്നേൽപ്പിച്ച് എൻ്റെ കൂടെ 5:30 പ്രാർത്ഥനയും വൈകുന്നേരത്തെ ഉടമ്പടി പ്രാർത്ഥനയും ചെല്ലിക്കുകയും ബൈബിള് വായിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ഫലമായി 62-ാം ദിവസം അവന് ഖത്തറിലെ ഷട്ട് ഡൗൺ വർക്കിനായിട്ട് 3 മാസത്തേക്ക് പോകാൻ സാധിച്ചു. അപ്പോൾ 2 വർഷം മുന്നേ തൊട്ടേ UK പോകാൻ അവൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. 3 പ്രാവശ്യം അത് റിജക്റ്റായി പോയായിരുന്നു. എങ്കിലും അവൻ ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ അതിന് പയ്യെ അതിൻ്റേതായ കാര്യങ്ങളൊക്കെ നീങ്ങാൻ തുടങ്ങിയായിരുന്നു. അവൻ ഖത്തറിൽ പോയിട്ട് തിരിച്ച് 3 മാസത്തെ ഷട്ട് ഡൗൺ വർക്കും കഴിഞ്ഞ് തിരിച്ചു വന്നതിൻ്റെ പുറകെ അവന് UK പോകാൻ സാധിച്ചു. പക്ഷേ അവിടെ ചെന്നും അവന് ജോലിയൊന്നും ശരിയായില്ല. അവൻ അവിടെയും വിഷമിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ 2022 ഫെബ്രുവരി 26 അമ്മ മാതാവിൻ്റെ നടയിൽ വന്ന് ഉടമ്പടി എടുക്കുകയും അതിൻ്റെ പുറകെ അവന് നല്ലൊരു ജോലി നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഞങ്ങളുടെ അയൽവക്കത്തെ വീട്ടിലെ ഒരു കുഞ്ഞ് 3 വയസ്സായി. അവൾ വർത്താനം പറയത്തില്ലായിരുന്നു. അപ്പോൾ ഒരു ദിവസം അവൾ നമ്മുടെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ മാതാവിൻ്റെ തൈലം അവളുടെ നെറ്റിയിൽ പൂശിയും നാവിൽ തൊട്ടും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ മുതൽ അവൾ വർത്താനം പറയാൻ തുടങ്ങി. അങ്ങനെ ഇപ്പോൾ അവൾ നല്ല മിടുക്കിയായിട്ട് സംസാരിക്കുകയും അവൾക്ക് ഒരുപാട് ഈ അസ്വസ്ഥതകളുണ്ടായിരുന്നു, എപ്പോഴും കരച്ചിലും ബഹളവും, അതെല്ലാം മാറി അവൾ നേരെയായി. അത് കണക്കന്നെ എൻ്റെ മകള് ഡിഗ്രി 3rd ഇയർ ആയിരുന്നു. ഒരുപാട് ക്യാമ്പസ് ഇൻ്റർവ്യൂകളിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു, എല്ലാം പരാജയപ്പെട്ടു പോയായിരുന്നു. അങ്ങനെ ഇരുന്ന് ഞാൻ 26-ാം തീയതി ഉടമ്പടി എടുത്തുകൊണ്ട് പോയതിൻ്റെ 2-ാം ദിവസം ഒരു കമ്പനിയുടെ ഇൻ്റർവ്യൂവും ടെസ്റ്റും നടന്നു. അപ്പോൾ അവൾ ആ ടെസ്റ്റിലും ഇൻ്റർവ്യൂവിലും പങ്കെടുക്കാൻ പോകുന്നതിന് മുന്നേ എന്നോട് പറഞ്ഞു, അമ്മേ ഇത് ഭയങ്കര പാടായിരിക്കും, പഴയതുപോലെ വെറുതെ സമയം കളയാന്നേ ഉള്ളൂ. എങ്കിലും ഞാൻ പറഞ്ഞു, മോൻ വിഷമിക്കണ്ട, മാതാവിൻ്റെ കാശുരൂപം മോൻ കൈ പിടിച്ചോ, തീരുന്നിടം വരെ മോനത് കൈ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചങ്ങ് എഴുതിയാൽ മതി. ആ അമ്മയുടെ എണ്ണയും ഇത് അവളുടെ നെറ്റിയിൽ പൂശി ഞാൻ അവളെ പരീക്ഷയ്ക്ക് ഇരുത്തി. അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ അവൾ ആ ടെസ്റ്റ് പാസ്സാവുകയും അവൾക്ക് ക്യാമ്പസ് ഇൻ്റർവ്യൂ വഴി ഒരു കമ്പനിയിൽ ജോലി ശരിയാവുകയും ചെയ്തു. അങ്ങനെ ചെറുതും വലുതുമായി അമ്മയുടെ തൈലവും ഉപ്പും വഴി ഒരുപാട് അനുഗ്രഹങ്ങളും ഓരോ അസുഖങ്ങളും ഉണ്ടാകുമ്പോൾ അമ്മയുടെ ഉപ്പും എണ്ണയും ഉപയോഗിക്കുകയും ചെയ്ത് ഒത്തിരി അനുഗ്രഹങ്ങൾ അമ്മ മാതാവിൽ നിന്ന് ലഭിച്ചു. എല്ലാത്തിനും അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് ലിസി, ഞാൻ അടൂരിൽ നിന്ന് വരുന്നു. നവംബർ 17 ഞാൻ ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കുന്നതിന് 1 വർഷം മുമ്പ് മുതലേ ഞാൻ ഈ കൃപാസനത്തിലെ എല്ലാം പ്രാർത്ഥനകളെല്ലാം അറ്റൻഡ് ചെയ്യുമായിരുന്നു. ഞാൻ ഉടമ്പടി പ്രകാരം തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. എൻ്റെ മകൾ ഒരു ടീച്ചറാണ്. അപ്പോൾ അവിടെ കൂടുള്ള ടീച്ചറായി ഒരു ദിവസം ഒരു കൃപാസന പത്രം കൊടുത്ത് അതിൽ നിന്ന് എല്ലാ വിവരവും അറിഞ്ഞത്. അങ്ങനെ എനിക്ക് ലിങ്ക് അയച്ചു തരികയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയെല്ലാം എനിക്ക് അയച്ചു തരികയൊക്കെ ചെയ്തു. അങ്ങനെ ഞാൻ 1 വർഷം ഞാനിങ്ങനെ പ്രാർത്ഥനയിൽ ഇരുന്നിട്ടാണ് ഞാൻ വന്ന് ഉടമ്പടി എടുത്തത്. എനിക്ക് 15 വർഷമായിട്ട് നടുവേദനയായിരുന്നു. തിരിഞ്ഞു മറിഞ്ഞ് കിടക്കാനും ഒക്കെ പ്രയാസമുള്ളപ്പോൾ ഞാൻ മരുന്ന് കഴിച്ച്
അതൊക്കെ അന്നൊന്ന് കുറഞ്ഞു കിട്ടിയായിരുന്നു. പിന്നെ എനിക്ക് എന്തെങ്കിലും ജോലി ചെയ്യണമെങ്കിൽ കിച്ചൻ്റെ അകത്തൊരു ചെയർ ഇട്ടേക്കും, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇരിക്കണം, അല്ലെങ്കിൽ ഇടയ്ക്ക് പോയി കിടക്കണം, എന്നെങ്കിലേ കിച്ചണിലെ പണിയെല്ലാം തീരത്തുള്ളൂ. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത തൈലം ബുധനാഴ്ചയും ശനിയാഴ്ചയും മാതാവിൻ്റെ ദിവസമായ ആ സമയത്ത് ഞാൻ തൈലം തേച്ച് പ്രാർത്ഥിച്ച് ഉടമ്പടി പ്രാർത്ഥനകളെല്ലാം മുടങ്ങാതെ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ 3 മാസം കഴിയുന്നതിൻ്റെ മുമ്പ് തന്നെ എൻ്റെ നടുവേദന ഞാൻ പോലും അറിഞ്ഞില്ല എങ്ങനെ മാറിയെന്നുള്ളത്. അത്രയ്ക്കും പൂർണ്ണമായി സൗഖ്യം കിട്ടി. അത് കഴിഞ്ഞ് എൻ്റെ ഈ തള്ളവിരൽ ഇങ്ങനെ മടങ്ങിയിരിക്കുമായിരുന്നു, നരമ്പ് വന്ന് കട്ടി പിടിച്ചിരിക്കുകയാണ്. ഡോക്ടറെ കാണിച്ചപ്പോൾ 4 വർഷമായിട്ട് ഇങ്ങനെ. അപ്പം ഡോക്ടറെ കാണിച്ചപ്പോൾ എക്സ്റേ എടുത്തു. അന്നേരം ഡോക്ടർ പറഞ്ഞു ഇത് ഓപ്പറേഷൻ ചെയ്തെങ്കിലേ മാറത്തുള്ളെന്ന്. അത് ഞാൻ പ്രാർത്ഥിച്ച് തൈലമൊക്കെ തേച്ച് അതും എനിക്ക് സുഖമായി. ഇപ്പോൾ ഒരു വിരൽ എനിക്ക് നല്ലതായിട്ട് നിവർന്ന് ജോലിയെല്ലാം ചെയ്യാൻ പറ്റും, വേദനകളൊക്കെ മാറി. പിന്നെ എൻ്റെ കൊച്ചുമകന് 4 വർഷമായിട്ട് ഛർദിൽ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന